മൂന്നെണ്ണം വേണ്ടേ? രണ്ടാളും ഒന്നുകൂടി മുട്ടില്ല. അറബികളെ പരിപാടി തന്നെ. അസ്സലാമലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇനി ഉണ്ടാക്കുന്നത് മീൻ ബിരിയാണിയാണ്. അയക്കൂറ ബിരിയാണി. അതിനുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചു കൊടുക്കണം. ഉലുവ 1 ടീസ്പൂൺ, 20 വത്തൽമുളക്, 10 കാശ്മീരി ചില്ലി, പെരിഞ്ചീരകം 1 ടേബിൾ സ്പൂൺ, നല്ല ജീരകം 1 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ മല്ലി, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ചതക്കുപ്പേന്റെ പൗഡർ, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1 ടേബിൾ സ്പൂൺ ലെമൺ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഉണക്കി ചെമ്മീൻ, 5 അണ്ടിപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. മീൻ മസാല റെഡിയായി. ഈ മീൻ മസാല നിങ്ങൾക്ക് മീൻ പൊരിക്കുന്നതിന് ഉപയോഗിക്കാം, അതേപോലെ മീൻ വരട്ടുന്നതിന് ഉപയോഗിക്കാം, മീൻ കറിക്ക് ഉപയോഗിക്കാം, എല്ലാത്തിനും ഉപയോഗിക്കാം. ഇത് നല്ല അടിപൊളി മസാലയാണ്. ഇതിൽ നാട്ടിൽ കിട്ടാത്തൊരു സാധനം ചതക്കുപ്പിയാണ്. അതൊന്ന് ഓൺലൈനിൽ കിട്ടും. ബാക്കിയെല്ലാം ചതക്കുപ്പ ഇവിടെ പച്ച കിട്ടും. ചില സ്ഥലത്തെല്ലാം നെട്ടൂര് അഷറഫിന്റെ പിടിയിൽ കുറ്റ്യാടി അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഏൽപ്പിച്ചാലും ഒരു കൊണ്ടുത്തരും. റിവർ റോഡിൽ കുറ്റ്യാടിക്കാർക്ക് വേണ്ടി മാത്രം പറയുകയാണ്. മറ്റുള്ള കടയിലും കോഴിക്കോടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കൊച്ചിയിലും കോട്ടയത്തും എല്ലാം കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ ഉണങ്ങിയ തന്നെ കിട്ടും. ഉണങ്ങിയ ഇല്ലെങ്കിൽ പച്ച വാങ്ങിയിട്ട് എന്ത് ചെയ്തായി ഒന്ന് ചട്ടിയിട്ട് വറുത്തമായി എന്നാൽ ഉണങ്ങിയും വരും. അല്ലെങ്കിൽ ഉണക്കിയാലും മതി. വെയിലത്ത് വെച്ച് ഉണക്കരുത്, അകത്ത് വെച്ച് ഉണക്കണം. നല്ലോണം കഴുകി വെള്ളം പോയതിനു ശേഷം ഒരു പാത്രത്തിലിട്ട് എന്ത് ചെയ്യുക, ഉള്ളിൽ വെച്ചാൽ മതി. വീട്ടിനുള്ളിൽ 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇവിടെ 1.5 കിലോ അയക്കൂറയാണുള്ളത്. അയക്കൂറിൽ ആവശ്യത്തിന് ഉപ്പിടണം. ആവശ്യത്തിന് ഉപ്പിടുക. ഒരു 4 ലൈമൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. 4 ലൈമൂണിന്റെ വെള്ളം ഒഴിച്ചു. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതാണ്. നല്ല അടിപൊളി മസാലയാണ്. ആവശ്യത്തിന് ഇട്ടാൽ മതി. നിങ്ങൾ ഒരു 1.5 കിലോ ഉണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് മീൻ പൊരിച്ചെടുത്തു. ഇനി മീൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് ഉള്ളി വാട്ടേണ്ടത്. അപ്പൊ മീൻ പൊരിച്ച എണ്ണയാണ് ഇവിടെ ഒഴിച്ചത്. ഇനി ഇതിന്റെ അകത്തേക്ക് ഇഞ്ചും വെളുത്തുള്ളി ഇടണം. ഇഞ്ചും വെളുത്തുള്ളിയും ചോന്ന് വരുന്നതിന് എന്ത് ചെയ്യണം, ഉള്ളി ഇടണം. അപ്പൊ ഇഞ്ചും വെള്ളും ചോന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യുക, ഉള്ളി ഇടുക. തെറ്റിയ മീനുണ്ടെങ്കിൽ അതിനകത്ത് ഉള്ളി ഇട്ടാൽ മതി. ഉള്ളി ഒന്ന് നല്ല ചോന്ന് വരുന്നത് തക്കാളി ഇടണം. നന്നായി വാടി. ഇനി തക്കാളി ഇടണം. തക്കാളി ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇനി ഉപ്പിടണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ തക്കാളി ഉണ്ടാവും, നന്നായിട്ട് അടിഞ്ഞു വരും. ഇട്ടു. ഇനി മല്ലിച്ചപ്പിടുക. ആവശ്യത്തിന് മല്ലിച്ചപ്പിടുക. ഇതിലേക്ക് ലെമൺ പൗഡർ ഇടണം. ലെമൺ പൗഡർ ഇട്ടു. ഇനി ചതക്കപ്പ് ഇടണം. ചതക്കപ്പ് തീർന്നുപോയി. ഇല്ല, ചതക്കപ്പ് ഉണ്ട്, കുറച്ചേ ഉള്ളൂ. എല്ലാം ഇട്ടിക്ക്. നിങ്ങൾക്ക് ഇത് പൊടി തന്നെ ഇടണമെന്നില്ല, പച്ച ഇട്ടാൽ മതി. ഗൾഫിൽ ഇഷ്ടം പോലെ പച്ച ഇട്ടു. ഇനി ഞാൻ ഉണ്ടാക്കിയ മീൻ മസാലയാണ്. ഈ മീൻ മസാല അടിപൊളി മസാലയാണ്. നിങ്ങൾ ഉണ്ടാക്കിക്കോ. ഇതാ മീൻ മസാല ഇട്ടു. ചോറ് വെച്ചു. കുറച്ച് നെയ്ച്ചോറ് അടിയിലിട്ടു. അതിന്റെ മേലെ മസാല ഇട്ടു. ഇതിന്റെ മേലേക്ക് മീൻ ഇടണം. ഇതിന്റെ മേലേക്ക് ഇങ്ങനെ ചോറിട്ട് കൊടുക്കുക. അപ്പൊ നെയ്ച്ചോറ് വെക്കുന്നത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ബിരിയാണി വേറെ ഒന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കോഴി ബിരിയാണി. അപ്പൊ അതാണ് അതിൻ്റെ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ അത് കുറച്ച് പാലൊക്കെ വെച്ചിട്ടുണ്ട്. സ്പെഷ്യലാണ്, നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇത് ചോറിട്ടിട്ട് ദമ്മിടുക. അപ്പോൾ ഇവിടെ കുറച്ച് മീൻ മസാല ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇത്തിരി പണിയുള്ളൂ.
എന്നെ പിടിച്ചാൽ ഞാൻ പിടിച്ചു പറഞ്ഞോ ഒന്നും പറയുന്നു ഞാൻ പാട്ടെടുത്തു അടുത്തേക്ക് അല്ല ചോറെങ്ങനെ ഉണ്ട് ചോറ് സൂപ്പർ ഓളപ്പെടുത്തണ്ട എവളെ ഇറങ്ങുന്നുണ്ട് എന്താ എനിക്കൊരു കൂറ്റുകുറവ് ഇതോ വ്യക്തിയുണ്ട് മോശം മാഷാ അല്ലാ